ഹായ്, ഞാൻ മുമ്പിട്ടൊരു വീഡിയോൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അന്നേ പറഞ്ഞിരുന്നു, കുറേ ഓൺലൈൻ മീഡിയാസ്, ഒരു വിവരമില്ലാത്ത കുറേ മീഡിയാസ് അല്ല, ഓൺലൈൻ ആൾക്കാർ, ഒരു കണ്ടം കളിയുടെ പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറച്ച് പേര് ചേർന്നിട്ട് രോഹിത് ശർമ്മ, അതായത് നമ്മുടെ ഹിറ്റ്മാൻ, ടീം ഇന്ത്യയുടെ ക്യാപ്റ്റനെ അപമാനിക്കാവുന്നതിൻ്റെ മാക്സിമം അപമാനിച്ചിട്ടുണ്ട്. ഫ്രീ വിക്കറ്റാണ്, മാഗി മാനാണ്, വടാപ്പാവാണ്. ഇതൊരു ക്രിക്കറ്റാണ്, ഒരു ഗെയിമാണ്. ഇതുപോലും മനസ്സിലാക്കാത്ത ആൾക്കാർ. ഇന്നലെ സെഞ്ചുറി അടിച്ചപ്പോഴും കുറേ മണ്ടന്മാർ തന്നെ പറയണം, ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഇനി 2 കൊല്ലം ടീമിൽ നിൽക്കും, 10 കളി കളിക്കില്ല. ആ പറഞ്ഞവന്മാരൊക്കെ ലാസ്റ്റ് 15 ഇന്നിങ്സ് അല്ലെങ്കിൽ 20 ഇന്നിങ്സ് പോയി നോക്കിയിട്ട് വാ, ആരുടെയൊക്കെ എതിരെയാണ്, എന്തൊക്കെയാണ് കളിച്ചിരിക്കുന്നത്, വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അയാളുടെ ഹിസ്റ്ററി എന്താണെന്ന് ആദ്യം അറിഞ്ഞിട്ട് വാ. അദ്ദേഹം ഓപ്പണറായിട്ടല്ല തുടങ്ങിയത്. മിഡിൽ ഓർഡറിൽ 100-113 മാച്ച് മിഡിൽ ഓർഡറിൽ കളിച്ച് അദ്ദേഹം 2013 ഓപ്പണറായിട്ട് വന്നത്. 2013 മുതൽ 2025 വരെ സോക്കോൾഡ് ഈ നമ്പർ 1 ബാറ്റ്സ്മാനായ കോഹ്ലിയായിട്ട് തന്നെ കമ്പയർ ചെയ്യേ. ആ 12 കൊല്ലത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവറേജ്, ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചത് ആരാണ്? ഈ 12 കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി അടിച്ചത് ആരാണ്? 2 ഫോർമാറ്റിൽ, വൈറ്റ് ബോളിലെ 2020 നോക്കിക്കോ, പിന്നെ വൺ ഡേയിലും നോക്കിക്കോ, ആരാണ് ആവറേജ്, ആർക്കാണ് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ, ആരുടെയാണ് സെഞ്ചുറി, ആരുടെയാണ്? ഇതൊന്നും നോക്കാതെ 2 ഇന്നിങ്സ് ഫ്ലോപ്പ് ആകുമ്പോഴേക്കും ഇവനെ മാറ്റണം എന്ന് പറഞ്ഞ് ഒരു കണ്ടം കളിയുടെ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, പുള്ളി പക്കാ കോഹ്ലി ഫാനാണ്. കോഹ്ലി ഭൂമി പരന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും ആ ഭൂമി പരന്നതാണെന്ന്. അത് കോഹ്ലി ഫാനാണെന്ന് മാത്രമല്ല, ഈ രോഹിത് ഇഷ്ടമില്ലാത്ത അച്ചി എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞ പോലെ പുള്ളി രോഹിത്തിനെ പാണൻ, പൊട്ടൻ, അങ്ങനെ കുറേ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പുള്ളി ഇങ്ങനെ നിരത്തി എൻ്റെ അടുത്തില്ല, നമ്മൾ അടിച്ചൊതുക്കി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ സിമ്പന്തികളെയൊക്കെ നമ്മുടെ അടുത്ത് നേരെ നിന്നിട്ട് രോഹിത്തിനെ കുറ്റം പറയാൻ പുള്ളിക്ക് മുട്ടിടിക്കും, അത് വേറെ കാര്യം. എന്നിട്ട് പുള്ളി ഇങ്ങനെ പറയും, രോഹിത്ത് ഡബിൾ സെഞ്ചുറി അടിച്ച് പുള്ളിക്ക് അടിച്ചാണ്ടാക്കി കൊടുക്കും. ഇതാണ് എന്നും ഉണ്ടായി വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ രോഹിത്ത് അടിക്കുമ്പോൾ പുള്ളി ഉണ്ടായിരിക്കും. ഒരു കളി എങ്ങാനും സിംഗിൾ ഡിജിറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ പുള്ളി ഈ ഒരു ഓപ്പണറെ വെച്ചിട്ടാണല്ലോ ഇന്ത്യ എങ്ങനെ കൊണ്ടുപോകണത്, 4 റൺ എടുക്കുന്ന ഓപ്പണർ. അതേസമയം കോഹ്ലി അവിടെ ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഇതാണ് പുള്ളിയുടെ അവസ്ഥ. ഈ പുള്ളി എന്നിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മളായിട്ട് ഡിബേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പുള്ളി എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ആവറേജ് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് അറിയില്ല ക്രിക്കറ്റിൻ്റെ. പിന്നെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വിവരം പോലും ഇല്ല. ഏതോ അടുത്ത കാലത്ത് സച്ചിൻ്റെ കളിയൊക്കെ ടി വിയിൽ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചൊരു കാലവും പുള്ളിക്കുണ്ടായിരുന്നു തോന്നുന്നു. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ അറിയാത്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ. അതുപോലെയാണ് ഇപ്പോഴത്തെ കുറേ പാൽക്കുപ്പി ഓൺലൈൻ ക്രിക്കറ്റ് നിരീക്ഷകർ. ആ പുള്ളിക്ക് ഓശാന പാടാനായിട്ട് കുറേ പേരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. 2017 പോലെ എന്നോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റനാവും, ഇന്ത്യക്ക് ഇനി ഒരു കപ്പ് കൊണ്ടിറങ്ങി രോഹിത് ശർമ്മയെ കൊണ്ടുള്ളൂ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവർ സമ്മതിച്ചു തരില്ല. അവരൊക്കെ ഇപ്പോഴും രോഹിത്തിൻ്റെ ഒരു പതനത്തിന് കാത്തിരിക്കുകയാണ്. എന്തിനാ കുറ്റം പറയാനായിട്ട്? അതില്ലാത്തടത്തോളം ഞാൻ ഇപ്പോൾ 2 ടെസ്റ്റ് സീരീസായിട്ട് വീണ് കിടക്കണം വരാമെന്ന് വിചാരിച്ച് കയറി. ഹേറ്റേഴ്സ് ഇൻക്ലൂഡിങ് സുനിൽ ഗവാസ്കറിന് മുഖത്ത് കിട്ടിയൊരു അടിയാണ് ഇന്നലത്തെ ഒരു ഇന്നിങ്സ്. ഞാൻ പറഞ്ഞു, ഇന്നലെ തന്നെ ഞാൻ നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാറ്റിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഇന്നലത്തെ ഇന്നിങ്സോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ഇന്നിങ്സ് കാണാനായിട്ട്. ഇനി ഈ വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം മക്കളെ. ചാമ്പ്യൻസ് ട്രോഫി രോഹിത് അങ്ങോട്ട് പൊക്കും. അത് കഴിഞ്ഞ് ചാമ്പ്യൻസ് ട്രോഫി കപ്പ് എടുത്തു കഴിഞ്ഞാൽ വേണ്ടി വന്ന 2026 വേൾഡ് കപ്പും കൂടി പൊക്കിയിട്ടേ കളം വിടുള്ളൂ. ഇനിയിപ്പോൾ ഈ രോഹിത് ഫോമായെന്ന് വിചാരിച്ചിട്ട് കോഹ്ലിയുടെ നെഞ്ചത്ത് കയറാമെന്നുള്ള ഇതല്ല കേട്ടോ. കോഹ്ലിയും തിരിച്ചു വരും. ഹീസ് ആൾസോ എ വണ്ടർഫുൾ പ്ലെയർ. കോഹ്ലിയും തിരിച്ചു വരും. കോഹ്ലിയും രോഹിത്തും ഇല്ലാതെ ഇന്ത്യൻ ടീമിന് ഒരു 300 റണ്ണ് ചേസ് ചെയ്യുക എന്നുള്ളത് 150 പോലും അടിക്കില്ല ബാക്കിയുള്ളവർ ചേർന്നിട്ട്. അത് ഇന്നലെ കണ്ടതാണല്ലോ. ഒന്നെങ്കിൽ കോഹ്ലി കളിക്കണം, അല്ലെങ്കിൽ രോഹിത്ത് കളിക്കണം, എന്നാലേ ഈ 300 ഇന്ത്യക്ക് ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും കൂടി കളിച്ചാൽ 400-500 നിഷ്പ്രയാസമാണ്. കാരണം അവരിവിടുത്തെ ലെജൻസാണ്. പിന്നെ രോഹിത് ശർമ്മ, കോഹ്ലിക്ക് ഇപ്പോൾ കുറച്ച് വീക്ക് പോയിൻറ്റ്സുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, കോഹ്ലിയുടെ മെയിൻ ഷോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർ ഡ്രൈവും ഫ്ലിപ്പുമാണ്. അപ്പോൾ കവർ ഡ്രൈവിൽ അടിക്കുമ്പോൾ എഡ്ജ് എടുത്ത് പോകുന്നുണ്ട്. അത് കോഹ്ലി തിരുത്തും. കാരണം ഹീസ് ആൾസോ എ ലെജൻഡ്, കിങ് കോഹ്ലിയാണ്. പിന്നെ രോഹിത്തിന് കോഹ്ലിയെക്കാട്ടിലുള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർഷിപ്പ്, ക്യാപ്റ്റൻ.
ഏറ്റവും മികച്ച ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ തന്നെയാണ് രോഹിത്. മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ് രോഹിത്. പിന്നെ എവറി ഷോട്ട്സ് ടെക്സ്റ്റ് ബുക്കാണ് രോഹിത്തിൻ്റെ. രോഹിത് ഫോമിലാണെങ്കിൽ കളി കാണാൻ തന്നെ ഒരഴകാണ്. കാരണം കോഹ്ലിയുടെ 2-3 ഷോട്ട്സ് ഉള്ളപ്പോൾ എവറി ഷോട്ട്സ്, അപ്പർ കട്ടായാലും പാഡിൽ സ്വീപ്പ് ആയാലും റിവേഴ്സ് സ്വീപ്പ് ആയാലും കവർ ഡ്രൈവ് ആയാലും പുള്ളായാലും ഫ്ലിക്കായാലും എല്ലാം ഭയങ്കര അഴകാണ്. കാരണം ഒരു ഷോട്ട് കളിച്ചില്ലെങ്കിലും ബാക്കി ഷോട്ട്സ് വെച്ചിട്ട് ലോങ് ഇന്നിങ്സ് കളിക്കാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ് രോഹിത്. കോഹ്ലിയുടെ അത്ര അഗ്രഷൻ ഉണ്ടായിരിക്കില്ല, ഒരു വാശി ജയിക്കണം അതുണ്ടാവില്ല, അതൊരു ഡ്രോബാക്കാണ്, ശരിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദർ ഈസ് നോ സ്റ്റോപ്പിംഗ് രോഹിത് ശർമ്മ വെൻ ഹി ആക്ടിവേറ്റ്സ് ഹിറ്റ്മാൻ മോഡ്. ഹിറ്റ്മാൻ മോഡ് 2023 മുതൽ തുടക്കം മുതലേ ഓണാണ്. അതുകൊണ്ട് തന്നെ 2020 വേൾഡ് കപ്പ് സിമ്പിളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ചാമ്പ്യൻസ് ട്രോഫിയും അതേപോലെ സിമ്പിളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് ഘട്ടത്തിലും, ഇപ്പോൾ മോശം കാലഘട്ടത്തിലും രോഹിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല കാലഘട്ടത്തിൽ അതിയായി സപ്പോർട്ട് ചെയ്യുന്നു. ഐ എം എ ബിഗ് 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 ഫാൻ ഓഫ് രോഹിത് ശർമ്മ, അത്രയേ ഉള്ളൂ.